ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ദുബായി പോയപ്പോൾ അവിടുത്തെ സൂഡിയോയുടെ വ്ളോഗ് ഇട്ടിരുന്നു. അപ്പോൾ എന്തൊക്കെ വാങ്ങിയെന്ന് ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ 2 കവറിൽ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത് കുറേ ദിവസം അന്ന് മുതൽ വീഡിയോ എടുക്കാൻ വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് എളുപ്പം കാണിക്കാമെന്ന് വെച്ചു. ഡിലേ വരാൻ കാരണം എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പനി വന്നു. ചെറിയ പനിയല്ല, നല്ല പനി തന്നെ വന്നു. അപ്പോൾ ഇപ്പോഴും സൗണ്ടൊന്നും ശരിയായിട്ടില്ല. എന്തായാലും ഇത് ഡിലേ ആക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം മെൻസ് വെയർ ആണ് കാണിക്കുന്നത്. XXL സൈസിൽ ഒരു നല്ല ഷർട്ടാണ്, ഒരു ബ്രൗൺ കളർ ഷർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലൊരു ഡിസൈനർ ഷർട്ടാണ്. ഇതിൻ്റെ സ്ലീവിൽ നല്ലൊരു ലേസ് പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ലേസ് ഇങ്ങനെ ബോഡിയുടെ താഴെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്ലിറ്റൊക്കെ ഉണ്ട്. നല്ല സ്റ്റൈലായിരിക്കും ഇതിട്ട് കഴിഞ്ഞാൽ. ഒരു ക്രീം പാൻറ്റൊക്കെ ഇട്ട്, ലൂസ് പാൻറ്റൊക്കെ ഇട്ട് ഇതിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഒരു ബ്യൂട്ടിഫുൾ ഷർട്ടാണ് ഇത്. XXL ആണ്. ഇതിൻ്റെ പ്രൈസ് ഇവിടെ 35 dirhams ആണ്. എനിക്ക് തോന്നുന്നു നാട്ടിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ വിലക്കുറവായിരിക്കും. ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാ സാധനവും ഇവിടെ വരുമ്പോൾ ഇച്ചിരി വില കൂടും. പക്ഷെ ഇവിടെ നമുക്ക് ബാക്കിയുള്ള കടയിൽ കിട്ടുന്ന ഡ്രസ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ലാഭമാണ്. കാരണം സാധനവും നല്ലതാണ്, അതിനേക്കാളൊക്കെ വിലയും കുറവാണ്. അതുകൊണ്ട് ഇത് നല്ലൊരു ഷർട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇതെടുത്തു. അടുത്തത് ഒരു മെൻസ് ഷർട്ടാണ്. ഇതും XXL സൈസാണ്. എല്ലാം ഹാഫ് സ്ലീവാണ്. നമുക്ക് ഓഫീസിലല്ല, സാറ്റർഡേയ്സ് ഒക്കെ പുറത്ത് പോകുമ്പോൾ കാഷ്വൽസ് ആയിട്ട് ഇടാൻ പറ്റും. ഇതൊരു മസ്റ്റേർഡ് കളറും ഓഫ് വൈറ്റ് കളറും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഫുൾ പ്രിൻ്റാണ്. പിന്നെ ഇതുപോലെ ക്രഷ് ഇതുപോലെയുള്ള ഒരു മെറ്റീരിയലാണ്. നല്ലൊരു കംഫർട്ടബിളാണ് ഇടാൻ. നല്ല അയൺ ചെയ്യുകയും വേണ്ട, നമുക്ക് എളുപ്പം വേണമെങ്കിൽ എടുത്തിടാം. വാഷിങ്ങും ഉണങ്ങാനും ഒക്കെ എളുപ്പമുള്ളൊരു മെറ്റീരിയലാണ്. കാരണം ഇവിടെ നമുക്ക് അങ്ങനെയുള്ള യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു അയണിങ് ഒന്നും വേണ്ടല്ലോ. ഇതാണ് നെക്സ്റ്റ് ഷർട്ട്. ഇതൊരു ബ്ലൂ, മസ്റ്റേർഡ്, അങ്ങനെ പല 3-4 കളേഴ്സ് ചേർന്നിട്ടുള്ള. ഇതും XXL ആണ്. ഇതൊരു ഡിസൈനർ ഷർട്ടായിട്ട് തന്നെ കാണാം. ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ലൈൻ പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ജീൻസിൻ്റെ കൂടെയോ അല്ലെ കാർഗോസിൻ്റെ കൂടെ ഒക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ 3 ഷർട്ട് വാങ്ങിച്ച് 3ഉം 35 dirhams വെച്ചായി ഇവിടെ. പിന്നെ കോളർ ഇങ്ങനത്തെ കോളറാണ്, ഹാഫ് സ്ലീവ് ഷർട്ട്. അപ്പോൾ ഇങ്ങനെ 3 ഷർട്ടാണ് അന്ന് ഞാൻ പോയപ്പോൾ വാങ്ങിച്ചാണ്. ഈ സൈസും XXL ആണ് വാങ്ങിയത്. ഇവിടെ ഇപ്പം നമുക്ക് അന്ന് ഞാൻ ഷോപ്പിൽ പോയപ്പം ഇതിൻ്റെ സൈസ് ഇല്ലെങ്കിൽ നമുക്ക് അവരത് സ്റ്റോക്കിൽ നിന്ന് എടുത്ത് തരും. ഇത് ഫുൾ സ്ലീവാണ്. പിന്നെ സ്ലീവിൻ്റെ അറ്റത്ത് ഇതുപോലെ ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷർട്ടാണ്. മെറ്റീരിയൽ ആണെങ്കിലും നല്ല കോട്ടൺ. ഇത്രയും നല്ല കോട്ടൺ എനിക്കൊന്ന് ഇവിടുത്തെ റെഡിമെയ്ഡ് ഷോപ്സിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്നതുകൊണ്ട് സാധനം നല്ല സാധനമാണ്. ഇതിൻ്റെ കോളറിൽ ഇതുപോലെ തന്നെ ലേസ് വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ഷർട്ടാണ്. ഇതിൻ്റെ ബാക്കിൽ ഒരു ചുരുക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ കോട്ട് സെറ്റാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ പാൻറ് ഇങ്ങനെയാണ് വരുന്നത്. വിത്ത് ലൈനിങ് ആണ് പാൻറ് വരുന്നത്. ഇത് ബാക്കിൽ ചുരുക്കുണ്ട് ഇവിടെ. പിന്നെ കെട്ടാനുള്ള ഒരു ബെൽറ്റ്, തുണിയുടെ തന്നെ ബെൽറ്റ് പോലെയുണ്ട്. വിത്ത് പോക്കറ്റ്സ് ആണുള്ളത്. അപ്പോൾ ലൈനിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് നല്ലൊരു റിച്ച് ലുക്കുണ്ട്. കാരണം നമുക്ക് അങ്ങ് ഭയങ്കര സീത്രൂ ആയിട്ടൊന്നും തോന്നത്തില്ല. ഇട്ട് കഴിയുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇതിനും 35 dirhams. അത് ശരിക്കും എനിക്കൊന്ന് ഓഫർ പ്രൈസ് ആയിരുന്നു. ഇതും 35. ഇത് രണ്ടും കൂടെ 70 dirhams ആയി. അത് ഭയങ്കര നല്ലൊരു പർച്ചേസ് ആയിരുന്നു. നെക്സ്റ്റ് കോട്ട് സെറ്റ്. ഇത് നല്ലൊരു മിലിറ്ററി ഗ്രീൻ കളറാണ്. നമുക്കറിയാമല്ലോ, നല്ല ഡാർക്ക് കളറിലൊരു ഗ്രീൻ ഉണ്ടല്ലോ. ഇതതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ്. ഇതുപോലെ ഹക്കോബ മെറ്റീരിയലാണ്. സ്ലീവ്സിലൊക്കെ ഇങ്ങനെ ഡിസൈൻസ് ഉണ്ട്. ബോഡിയിൽ ഡിസൈൻ ഉണ്ട്. ഫ്രണ്ടിൽ ബാക്കിലും എല്ലാം ഉണ്ട്. ബാക്കിൽ ഇതുപോലെ ചുരുക്ക് വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ചുരുക്കിട്ടേക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു ഡ്രസ്സ് നമ്മുടെ ബോഡിയോട് ഒട്ടിയിരിക്കുന്നത് എനിക്കിഷ്ടമില്ല. എപ്പോഴും നല്ല ലൂസായിട്ട് കിടക്കുന്നത്, ഏത് മെറ്റീരിയലായാലും. അപ്പം ഞാൻ എപ്പോൾ എടുക്കുമ്പോഴും അങ്ങനെ എടുക്കാറുള്ളത്. ബോഡിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് നല്ല
മാറിക്കിടക്കണം. അതിപ്പോൾ നമ്മളിവിടെ കിട്ടുന്ന പോലത്തെ നല്ല പോളിസ്റ്റർ അല്ലെ സിൽക്കിൻ്റെ മെറ്റീരിയൽ, അങ്ങനെ നമ്മൾ ഓഫീസിലിടുന്ന കാഷ്വൽ ഷർട്ട്സ് ഒക്കെ ആണെങ്കിലും നല്ല ലൂസ് ഫിറ്റാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇത്, നല്ല ലൂസാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞാലും. പിന്നെ ഇതൊരു ക്രോപ്പ് ടോപ്പിൻ്റെ ഇറക്കമേ ഉള്ളൂ, അങ്ങനത്തെ ഒരു കോഡ്സെറ്റാണിത്. ഇതിൻ്റെ പാൻറ്റും നല്ലൊരു പാൻറ്റാണ്. ഇതുപോലെ പാൻറ്റിൻ്റെ താഴെ ഇങ്ങനെ ഡിസൈൻ ഉണ്ട്. ഇത് രണ്ടും കൂടെ കോഡ് സെറ്റായിട്ട് നല്ല സൂപ്പറാണ്. ഇതിന് വേറെ കളർ ഉണ്ടായിരുന്നോ ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ അങ്ങ് എളുപ്പം വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഇലാസ്റ്റിക് ഉണ്ട് നല്ല. ഇതും വിത്ത് പോക്കറ്റ്സ് ആണ്, രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട്. രണ്ടും XXL സൈസ്. ഇതിൻ്റെ പ്രൈസ് ഇതും 35. ആക്ച്വലി ഈ 35 എന്നുള്ളത് ഇവർ ഒട്ടിച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് നേരത്തെ വേറൊരു പ്രൈസ് ആയിരുന്നോ എന്നൊരു ഡൗട്ടുണ്ട്. എനിവേ ഇതും രണ്ടും കൂടെ 70 dirhams ആയി. ഇത് നല്ലൊരു വൈറ്റ് ഫ്രോക്കാണ്, നല്ല താഴെ വരെ ലെങ്ത് ഉള്ള ഫ്രോക്ക്. ഇത് പല പീസസ് ആണ് അവർ വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. ഓരോ പീസും ഇങ്ങനെ ലേസ് വെച്ച് അവർ ജോയിൻ ചെയ്തേക്കുവാണ്. പിന്നെ അതിൻ്റെ നെക്ക് കാണാനും നല്ല ഭംഗിയാണ്, നല്ല വി നെക്കാണ്. വി നെക്ക്, സ്ലീവ്സ് ഇത് ഇതുപോലുള്ള സ്ലീവാണ്. ഈ ലേസ് വെച്ച് ഇത് ജോയിൻ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അറ്റത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് വെച്ചേക്കുന്നു. നല്ല കോട്ടൺ മെറ്റീരിയൽ, ഭയങ്കര കംഫർട്ടബിൾ ഇടാൻ. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ നമ്മുടെയൊക്കെ മേളിൽ നിന്ന് മുതലേ താഴെ വരെ ഉണ്ട് ഇതിൻ്റെ പ്രൈസ് 49. അതായത് ഇവിടെ മാക്സിമം 50 dirhams, 49 dirhams ആണ് ഇവിടെ സുഡിയോയിലുള്ള വില. കാരണം നാട്ടിൽ അങ്ങനെയാണല്ലോ, 1000-നുള്ളിലാണല്ലോ സുഡിയോ വരുന്നത്, 1000 rupees. ഇവിടെ 50 dirhamsനുള്ളിലാണ് എല്ലാ ഐറ്റംസും വരുന്നത്. ഇവിടുന്ന് ഇപ്പം നമ്മൾ മാക്സ്, സെൻറ്റർ പോയിൻ്റ് അല്ലെ R&B ഇങ്ങനെയുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ ലാഭമായിട്ട് എനിക്ക് തോന്നി. പിന്നെ മെറ്റീരിയലും നല്ലതാണ്, നല്ല കോട്ടൺ. ഇത്രയും നല്ല കോട്ടൺ മെറ്റീരിയൽ അല്ല ഇവിടെ കിട്ടുന്നതിലൊന്നും. അപ്പം ഇത് നല്ലൊരു പർച്ചേസ് ആയിരുന്നു. എലോങ് വിത്ത് ലൈനിങ് ആണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ഫുള്ളൊരു ഡ്രസ്സായിട്ട് ഇതിനകത്ത് വേറെ ഒന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. നെക്കാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീനക്കും വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു പർച്ചേസ് ആയിരുന്നു. അപ്പോൾ ഡ്രസ്സുകൾ ഞാൻ അത്രേ വാങ്ങിയുള്ളൂ, കാരണം എനിക്ക് ബാക്കി ഒരുപാട് ഉള്ള ഡ്രസ്സുകൾ പോലെയും അല്ലെങ്കിൽ അങ്ങനെ അത് അത്ര എനിക്ക് വേണം തോന്നിയില്ല. കാരണം കുറച്ചുകൂടെ നമുക്ക് അറിയാവുന്ന രീതിയിൽ ഇതൊക്കെയാണ് ഇച്ചിരി പുതിയതായിട്ട് തോന്നിയത്. പിന്നെ അപ്പം ഞാൻ 2-3 പെയർ ചെരുപ്പ് എടുത്തു. ഇതൊരു ലൈലാക്ക് കളർ ചെരുപ്പാണ്, ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വിത്ത് ബാക്ക് സ്ട്രാപ്പ് ഉണ്ട്. ഇങ്ങനെ ബാക്ക് സ്ട്രാപ്പ് കൊണ്ടുവരാൻ നല്ല, ഈ സ്ട്രാപ്പ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് നടക്കുമ്പോഴേ നമുക്കൊരു കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് 29. ഇത് നല്ലൊരു ചെരുപ്പായിരുന്നു. ഇട്ട് കാണിക്കണം, ചെരുപ്പ് ഇട്ട് കാണിക്കണം. ഇതാണ് അടുത്ത ചെരുപ്പ്. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ചെരുപ്പാണ്. ഇതൊരു പിങ്ക്, ലൈറ്റ് പിങ്ക് കളറാണ് ഇതിൻ്റെ സ്ട്രാപ്പ്. ഒരു സിലിക്കോൺ മെറ്റീരിയൽ, ഇടാൻ നല്ല കംഫർട്ടബിൾ. എഡ്ജസ് ഒക്കെ നല്ല സോഫ്റ്റ് ആണ്. ചില ചെരുപ്പിന് ഈ എഡ്ജസ് ഒക്കെ ഭയങ്കര ഷാർപ്പായിരിക്കും, നമ്മുടെ കാല് വേദന എടുക്കുകയും മുറിയൊക്കെ ചെയ്യും. പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആണ്. ബാക്ക് സ്ട്രാപ്പ് ഉണ്ട്, വെൽക്രോ വെച്ച് കണക്ട് ചെയ്തേക്കുന്നു. നല്ലൊരു ചെരുപ്പാണ്. ഇതൊക്കെ ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം, ലൈറ്റ് കളേഴ്സ് ആയതുകൊണ്ട്. ഇതിൻ്റെ പ്രൈസ് 25. ഇതാണ് അടുത്ത ചെരുപ്പ്. ഇത് ഒരു നല്ല പിങ്ക് കളർ, ഒരു ലൈലാക്ക് പിങ്ക് കോമ്പിനേഷനാണ് വിത്ത് സിൽവർ അറ്റാച്ച്മെൻറ്റ്സ് ആണ്. നല്ല കംഫർട്ടബിൾ. ഞാനിത് ചെറിയ സൈസ് എടുത്തത്, കാരണം ഇത് ഇങ്ങനത്തെ ചെരുപ്പൊക്കെ നമുക്ക് കാല് മുന്നോട്ട് കയറിപ്പോകും. അതുകൊണ്ട് ഞാൻ ചെറിയ സൈസ് എടുത്തത്. നോർമലി 41 എടുക്കുന്നിടത്ത് ഞാൻ
40, 39 ആ രീതിയിലാണ് ചെരുപ്പ് എടുത്തേക്കുന്നത്. ഇതൊക്കെ ഇന്ത്യൻ വെയർ ആയിട്ടും അല്ലെങ്കിൽ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ എല്ലാം ഈ ചെരുപ്പ് 3 ചേരും. ഇതും 29 dirhams ആണ്. അപ്പോൾ ഇത്രയും സാധനമാണ് ഞാൻ വാങ്ങിച്ചത് ഇപ്രാവശ്യം സ്റ്റുഡിയോയിൽ പോയിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫുൾ വീഡിയോ കാണണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. എഴുതും.